എല്ലാവർക്കും നമസ്കാരം. ഡേ ടു ഡേ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചാനൽ മാറ്റിയതായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ മത്തി, വളരെ കുഞ്ഞൻ മത്തി വാഴയിലയിൽ പൊള്ളിച്ച റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു 350 ഗ്രാം കുഞ്ഞു മത്തി എടുത്തിട്ട് നന്നായി മുറിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മത്തിയിലും ചെയ്യാം കേട്ടോ. നല്ല നെയ്മത്തി ആണെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. നെയ്മത്തി മാത്രമല്ല, എല്ലാ മത്തിയും അയിലാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇതിലേക്ക് മസാല പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ അതിനായി ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ മസാലയൊന്നുമില്ല. ഇച്ചിരി ഉപ്പും കൂടിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ടു, എരിവില്ലാത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് അരമണിക്കൂർ നമുക്കിതൊന്ന് ഈ അരപ്പൊക്കെ പിടിക്കാനായിട്ട് വെക്കാം. അപ്പോൾ എന്നിട്ട് മാത്രമേ ഞാനിത് പൊരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. പൊരിച്ചിട്ടാണ് ഞാനിത് വാഴയിലയിൽ പൊള്ളിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ നമ്മൾക്കിതൊന്ന് മസാല പിടിക്കാൻ വെക്കാം. ഇതാ നമ്മൾ മത്തിയിൽ മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ പൊരിച്ചെടുക്കാനായി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് അരപ്പ് പിടിപ്പിച്ച് വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം 2-3 ബാച്ചായിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് നമുക്ക് അതിന് മേലെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പൊട്ടാതെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മീനെല്ലാം മറ്റേ വശം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ മീനായതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ട ഫ്രൈ ആയി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മത്തിയെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തിയെല്ലാം വറുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കണം. ആ മീൻ വറുത്ത അതേ പാനിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കരിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് അതിലൊന്നും കളയാനില്ല. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-10 വെളുത്തുള്ളി ചതച്ചത് ഈ ചൂടായ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവിന് എത്രയാണ് വേണ്ട പച്ചമുളക് അതിന് കണക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3 സവാള എടുത്തിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് നമുക്കിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയെല്ലാം നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച ശേഷം നമ്മൾക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ എടുത്തത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി. ഇതെല്ലാം തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വേണ്ടുന്നതാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ച മണമല്ലേ അതൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടീൻ്റെയും പങ്കിപ്പൊടീൻ്റെയും എല്ലാം പച്ച മണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ചെറിയ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില നമ്മൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ, അതിന് കണക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ തക്കാളി നന്നായി വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തക്കാളിയിൽ നന്നായി വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ ആ മീൻ പൊള്ളിക്കാനും വെക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഇല ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ആ ബാക്കിലില്ല ആ വണ്ണുമില്ല ഒരു ഇതാ ഈ പോർഷനില്ലേ അതൊന്ന് മുറിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇല ഇങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ ഇലയെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ വാട്ടിയെടുത്തല്ല ഇതുപോലത്തെ ഒരു പലകര മുകളിൽ ഒരു കട്ടിംഗ് ബോർഡോ അതിൻ്റെ അങ്ങനത്തെ ഏതെങ്കിലും മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് അതിൻ്റെ മേലേക്ക് ഒരു കറിവേപ്പില വെച്ച് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല കറിവേപ്പില വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അപ്പം മസാല വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ. അപ്പം എന്നാലും നമ്മൾക്ക് ആ മത്തിയെല്ലാം വെക്കാൻ പറ്റുമല്ലോ ശരിക്ക്. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കട്ടെ. അപ്പോൾ വാട്ടിയിലയിലേക്ക് മസാലയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമില്ല, അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ മതി, നല്ലൊരു ടേസ്റ്റ് കിട്ടും തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് മീൻ പറക്കി വെക്കാം. കൈ കൊണ്ട് തന്നെയാണ് പറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ നമ്മൾക്ക് മീൻ എല്ലാം എടുത്തിട്ട് അടുക്കി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ മേലേക്ക് മസാല ഇട്ടതിന് ശേഷം മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ബാക്കിയുള്ള മസാല കൂടെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേലേക്ക് കൂടി മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ മേലെ കൂടി കറിവേപ്പില ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഇലയെല്ലാം നന്നായിട്ട് കെട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ശരിക്കൊന്ന് കെട്ടാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ ലേശ ഇല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ വാഴയില വെച്ചിട്ട് ഒന്നൊന്ന് കൂട്ടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിത് പാനിലേക്ക് കുറച്ച് എണ്ണ തടിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ തടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ കെട്ടിയ വാഴയിൽ പൊതിഞ്ഞ മീൻ മസാല എടുത്തിട്ട് ഈ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ തീ കുറച്ച് വെക്കണം കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇല കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ കെട്ടുന്ന സമയത്ത് ഈ ഇലയെല്ലാം നന്നായി ഒന്ന് കെട്ടിയെടുക്കണേ. എനിക്കിത് ശരിക്കും കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പൊള്ളിച്ചെടുക്കാം തീ കുറച്ചിട്ടിട്ട്. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണയൊക്കെ തടിയ ശേഷം ഞാൻ ഒരു 10-15 മിനിറ്റായി വളരെ കുറഞ്ഞ തീയിലിട്ടിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എനിക്കിത് ഇതാ കണ്ടില്ലേ ഗൈസ്, കൈ പൊള്ളി കണ്ടോ, അറിയാണ്ട് ഈ പാത്രം പോയി പിടിച്ചിട്ട് ഇതാ കൈ പൊള്ളിന്. അപ്പോൾ ഈ കൈ കൊണ്ട് ഇപ്പോൾ ഇത് അയക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിത് ഒറ്റ കൈ കൊണ്ട് വേണം ഇതൊന്ന് അയച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊന്ന് അയച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇലയെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. നല്ല ആവിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വശം എനിക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റിയില്ല, കൈ പൊള്ളിയത് കൊണ്ട്. കൈ നല്ല പോലെ പൊള്ളിയിട്ടുണ്ട്. ബോൺ ഹീലിങ് തടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വാഴയിലേക്ക് ഇട്ടിയത് ഒരു വശം നന്നായി ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം തിരിച്ച് മറ്റേ ഭാഗം ഒന്ന് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ
അത് നല്ല സൂപ്പർ ടേസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് തിന്ന് നോക്കി. ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റും ആ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റും വാവ് പൊളിക്കും കേട്ടോ. ചോറിന് ഇത് മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ മീൻ മേടിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.